ഈ കേരളം അതിദാരിദ്ര്യ മുക്തമായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ആ, താങ്കൾ മുഖ്യമന്ത്രിയെ കാര്യമായിട്ട് വിമർശിച്ചിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പലതവണ ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേരളം ആ കാര്യത്തിൽ വളരെ ബെറ്ററായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ കേരളത്തിൽ ഒരു ദരിദ്രനായിട്ടുള്ള അല്ല ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അതിദരിദ്രനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ശരിക്കും അതെന്താണ് അങ്ങനെ താങ്കൾ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ കാരണം? അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അട്ടപ്പാടി പ്രദേശങ്ങൾ, പാലക്കാട്, അഗളി, ഷോളയൂര്, പുതൂര്, ഇവിടെയൊക്കെ ഒരു ദിവസം ഒരിക്കൽ എപ്പോഴെങ്കിലും ഒന്ന് യാത്ര ചെയ്യണം. അതുപോലെ ഇടമലക്കുടി, ഇടുക്കിയിൽ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഒരു തുണി ഉടുക്കണം എന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മളുടെ കേന്ദ്രമന്ത്രിയുടെ ഒരു ഇടപെടലും പ്രവർത്തനവും, അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനും 1 രൂപയുടെ പാഡ് അതെല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കണം എന്നൊക്കെ. അതായത് അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയില്ലാത്തവർ, അവർക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവർ, അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്, വിവിധ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ അവരെ എങ്ങനെയാണ് ദാരിദ്ര്യരേഖ, ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ഇന്ത്യ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പോയിന്റ് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയുടെ മുകളിലായി എന്നാണ്. ദാരിദ്ര്യരേഖയുടെ മുകളിലാവുക എന്ന് പറയുന്നതും അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നതും രണ്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും അതിദാരിദ്ര്യമുണ്ട്. ഈ അതിദാരിദ്ര്യം, ഞാൻ ST വിഭാഗത്തിൻ്റെ പ്രഭാരിയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗക്കാർ ജീവിക്കുന്ന ട്രൈബൽസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് രാജീവ് ചന്ദ്രശേഖർജി വന്നതിന് ശേഷം എനിക്ക് തന്നിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ഞാൻ പത്രസമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താങ്കളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു 60 സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് തരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് ഉടുതുണിക്ക് മറതുണി കാര്യമായിട്ടില്ല, അവർക്ക് അച്ഛനില്ലാത്ത മക്കളുള്ള കുട്ടികളുണ്ട്. അവരുടെ കുറ്റം കൊണ്ടല്ല, എത്രയോ സ്ഥലങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തരാം. അവിടെ അവരെ എങ്ങനെ ഉപയോഗിക്കുന്നത്? അവർക്ക് അതിശക്തമായിട്ടുള്ള മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട്, അവരെ കാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യിക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ആ കാട്ടിൽ നിന്ന് പോന്നിട്ട് വേണം അവിടെ വലിയ രീതിയിലുള്ള കഞ്ചാവ് കൃഷിയും അതുപോലെ തന്നെ ഈ മരം കൊള്ളയും ഒക്കെ നടത്താൻ. അവർ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് അവരുടെ കൂടെ മറ്റ് മൃഗങ്ങൾ താമസിക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു കാട്ടിലെ മൂപ്പനുമായിട്ട് സംസാരിച്ച സമയത്ത് മൂപ്പൻ പറഞ്ഞത്, അരിക്കൊമ്പനെ നാട് കടത്തിയത് എന്തിനാ? അരിക്കൊമ്പൻ കുഴപ്പക്കാരനായിട്ടല്ല. അരിക്കൊമ്പനെ നാട് കടത്തിയത് അരിക്കൊമ്പൻ നടന്നു വരുന്ന വഴിയിലൂടെയാണ് കഞ്ചാവ് കച്ചവടക്കാർ പോകുന്നത്. ആ വഴിയിലൂടെയാണ് വനം കൊള്ളക്കാർ പോകുന്നത്. അപ്പോൾ വനം കൊള്ള നടത്തുന്നവരെ അരിക്കൊമ്പൻ ഉപദ്രവിക്കും, അവരുടെ ആളുകളെ അരിക്കൊമ്പൻ ഉപദ്രവിച്ചിട്ടല്ല. അപ്പം നമ്മുടെ നാട്ടിൽ വലിയൊരു മാഫിയ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നും ST മേഖലയിൽപ്പെട്ട കുട്ടികൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. SC ST കുട്ടികളുടെ സബ്സിഡി, വിദ്യാഭ്യാസ സബ്സിഡി പോലും കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. എല്ലാം പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അതിനെല്ലാം കണക്കുകൾ എനിക്ക് വേണമെങ്കിൽ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി എനിക്ക് അറിയേണ്ടത് മറ്റൊന്ന്, ആ ചോദ്യം അതിലൊരു ഘടകം, ഇവിടേക്ക് നരേന്ദ്രമോദി ആവിഷ്കരിച്ച പദ്ധതികളുണ്ട്. അതായത് കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം കൊടുക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അന്ത്യോദയ അന്നയോജന പദ്ധതി വാജ്പേയിയുടെ പദ്ധതിയായിരുന്നു, അത് അദ്ദേഹം തുടരുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികളിലൂടെ കിറ്റ് മാത്രം മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയാൽ മതി. അതിൽ നിറയ്ക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്ന മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം വരെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് ഏറെ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സംസ്ഥാനം ഇങ്ങനെയായത് ഒരിക്കലും ഒരു പാർട്ടിയുടെ കഴിവുകൊണ്ടല്ല. ഈ സംസ്ഥാനം ഇങ്ങനെയാവാൻ ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, സത്യാനന്ദ സരസ്വതി സ്വാമികൾ, ഒരു ഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മിഷണറിമാരായിട്ടുള്ള ആളുകൾ ഇവിടെ, ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി തുടക്കം കുറിച്ചതിന് ശേഷം ആ ക്രിസ്ത്യൻ
സമുദായത്തിൽപ്പെട്ട പലരും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള ഊന്നലുകൾ, അവരുടെ മിഷനറി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതെല്ലാം ഒരു പരിധി വരെ നമ്മുടെ സമൂഹത്തെ ഉയർത്തി. നാണു എന്ന പേരുള്ള ഒരു കുട്ടി വയൽവാരത്തെ വീട്ടിൽ ജനിച്ചപ്പോൾ നാണു എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ പള്ളിക്കൂടം വാദ്യരായിരുന്നു. ആ വ്യക്തിയാണ് പിന്നീട് ശ്രീനാരായണ ഗുരുദേവനായിട്ട് മാറിയത്. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് കേളപ്പജി പോലെയുള്ള ആളുകൾ, നമ്മുടെ മന്നത്തപ്പൂപ്പൻ പോലെയുള്ള ആളുകൾ, NSSൻ്റെ മന്നത്തപ്പൂപ്പൻ പോലെയുള്ള, NSS എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പന്തിഭോജനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിലേക്ക് കൊളുത്തി വെച്ചിട്ടുള്ള പ്രോജ്വലിക്കുന്ന അവരുടെ ജീവിതവും അവരുടെ സമർപ്പണവും, അതിനെ തുടർന്നാണ് കേരളം മുന്നോട്ട് പോയത്. ആ മുന്നോട്ട് പോയ കേരളം ഇന്ന് വൈദ്യുതിയുടെ കാര്യത്തിൽ 19ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വൈദ്യുതിയുടെ കാര്യത്തിൽ 19ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലേക്ക് ഒരു വലിയ കമ്പനിയും വരാൻ തയ്യാറില്ല. ഒരു വലിയ കമ്പനി വരണം എന്നുണ്ടെങ്കിൽ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. വൈദ്യുതി മേഖല എപ്പോൾ നമ്മുടെ നാട്ടിൽ 1ാം സ്ഥാനത്ത് വരുന്നുവോ, കറണ്ട് കട്ട് ഇല്ലാതിരിക്കുന്നുവോ, അന്ന് ഇവിടെ വലിയ കമ്പനികൾ വരും. ആപ്പിളും വരും, ഡാറ്റാ സെൻറ്ററും വരും. ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്റർ ഹൈദരാബാദിൽ പോയില്ലേ, അതായത് വിശാഖപട്ടണത്ത് എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കൂളിംഗ് സിസ്റ്റം, അതായത് കടലിലെ വെള്ളത്തെ കൂളിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സാങ്കേതിക വിദ്യ, നമുക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കേരളത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ അത് വിശാഖപട്ടണത്തേക്ക് പോയി. അതിന് ഡാറ്റാ സെൻറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, അറിവുള്ളതാണ്. അപ്പോൾ അതൊരു പക്ഷേ വന്നിരുന്നുവെങ്കിൽ എത്രയോ ആളുകൾക്ക് നമുക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മൾ 19ാം സ്ഥാനത്താണ്. ഗുജറാത്തിലെ 3 കമ്പനികൾ, ആ 3 കമ്പനികൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും 4ാം സ്ഥാനവും നിൽക്കുകയാണ് രാജ്യത്ത്. ഉത്തർപ്രദേശിലൊരു കമ്പനി നിൽക്കുകയാണ്. നമ്മൾ ഈ KSEB എന്ന് പറയുന്ന ഈ വെള്ളാനി ഉണ്ടല്ലോ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് നമ്മളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ വ്യവസായം വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്നും നിലനിൽക്കുമ്പോഴും നമ്മളൊരു അതർ ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റായിട്ട് തുടരുകയാണ്. അപ്പോൾ നമുക്ക് വികസനം വേണ്ടേ? ആ വികസനം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നേറാൻ പറ്റുള്ളൂ.